ഹായ് ഫ്രണ്ട്സ്, ഡിഫറെൻറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പുതിയ ചാനലിന് ആദ്യമായിട്ട് ഇടാൻ പോകുന്ന വീഡിയോ ഒരു സോയിൽ കേക്കിൻ്റെ വീഡിയോ ഉണ്ട്. സോയിൽ കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുതേ, എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. കാരണം ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചേ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നോക്കാം. സോയിൽ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമായത് വെള്ളമാണ്. 1 കപ്പ് വെള്ളം. ഈ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം മിക്സ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് 1 കപ്പ് മണ്ണാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ്, അധികം തരികളോ കല്ലുകളോ ഒന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്നാലേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സോയിൽ കേക്ക് കിട്ടത്തുള്ളൂ. അടുത്തായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം, അത്യാവശ്യം കുഴിയുള്ളൊരു പാത്രം. കാരണം ഇതിലാണ് നമ്മൾ കേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത്, കേക്ക് തയ്യാറാക്കാൻ പോകുന്നത് ഈ പാത്രത്തിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കുഴിയുള്ള പാത്രം തന്നെ ഇതിന് അത്യാവശ്യമാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പാത്രമാണ് കേട്ടോ. നമുക്ക് കേക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലുള്ള ഒരു പാത്രം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ചെറുതെടുക്കാം വലുതെടുക്കാം, പക്ഷെ ഞാൻ ചെറിയൊരു പാത്രം എടുത്തിരിക്കുന്നത്. എനിക്ക് ഈ പാത്രത്തിൻ്റെ ഷേപ്പിലാണ് സോയിൽ കേക്ക് കാണാൻ ഇഷ്ടം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ സോയിൽ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ കേക്കിലേക്ക് കിടക്കാം. ഞാൻ ഒന്നും കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്ന വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാൻ തന്നെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുഴിയുള്ള പാത്രമല്ലേ, അത് നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു കപ്പ് നിറച്ച് വെച്ച മണ്ണുണ്ട്, ആ മണ്ണ് ഈ പാത്രത്തിലേക്ക് കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇത് പൊടി മൂക്കിലോട്ടും കണ്ണിലോട്ടൊക്കെ ആകാൻ സാധ്യതയുള്ള കാരണം നമുക്ക് കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ 2 തരം മണ്ണാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആ 2 തരം മണ്ണും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഈ മണ്ണ് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മണ്ണിൽ കുറേ തരികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ തരികൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കാണുകയാണെങ്കിൽ കല്ലോ അതൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് കല്ലൊക്കെ ഒന്ന് എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വെള്ളം കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം നമ്മൾ കേക്കിന് പാകത്തിന് എത്ര വെള്ളമാണ് വേണ്ടത് അത്ര വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം അധികമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കേക്കിൻ്റെ ഒരു ലെവൽ നമുക്കറിയാലോ, ആ ലെവലിനനുസരിച്ചാണ് കേട്ടോ വെള്ളം ചേർക്കാൻ. വെള്ളം അധികമായാൽ പിന്നെ കേക്ക് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. ഏകദേശം ഇതാണ് കേക്കിൻ്റെ പരുവം കേട്ടോ. ഇത് നല്ലോണം എല്ലാ ഭാഗത്തേക്കും മണ്ണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കണം. ചില ഭാഗം നനയാതിരിക്കും, ചില ഭാഗം നനയും, അങ്ങനെ പാടില്ല, എല്ലാതും ഒരേപോലെ നനയാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ചെറിയ ബൗളില്ലേ, ആ ബൗളിലേക്ക് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ആ ബൗളിനനുസരിച്ച് ഫില്ല് ചെയ്യണേ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ഷേപ്പൊക്കെ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ബൗളിൻ്റെ ഷേപ്പിനനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ബൗളിൻ്റെ മേൽഭാഗം നമുക്ക് കേക്കിൻ്റെ ലെവലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഷേപ്പിലൊന്നാക്കി കൊടുക്കാം കേട്ടോ. സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി 4 ഭാഗവും. ഇത് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കൊട്ടിയിട്ട് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ സോയിൽ കേക്ക് റെഡി ആയിരിക്കുകയാണ്. ഇനി ഈ സോയിൽ കേക്കിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റ് ചെയ്യാം. ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പണി മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്ന് ഒരു ചെറിയ ചെടി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ചെടി വെച്ചാണ് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ചെടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചെടിയുടെ ഓരോ ഇലയും പറിച്ച് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം.
കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായ കേക്കാണ്. വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സോഫ്റ്റായ നമ്മുടെ സോയിൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സോയിൽ കേക്ക് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക, ഫോളോവും ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് തരാം.